അതുപോലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സ്നേഹം നിറഞ്ഞ രക്ഷകർത്താക്കൾ, സഹപ്രവർത്തകർ, എത്രയും സ്നേഹം നിറഞ്ഞ മക്കൾ, അതുപോലെ സ്കൂളിനോട് ഏറ്റവും പ്രതിബദ്ധത പുലർത്തുന്ന കുറേയധികം ആൾക്കാരുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും ഇവിടെ ഈ സ്കൂൾ ടീച്ചർ പറഞ്ഞത് ഈ സ്കൂൾ നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ തന്നെ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ഈ സ്കൂൾ നിങ്ങൾ തിരഞ്ഞെടുത്താൽ വിജയിച്ചിരിക്കുന്ന കാര്യം ഇവിടുത്തെ അധ്യാപകർ നിങ്ങളുടെ ഓരോ കഴിവുകൾ കണ്ടെത്തി, കലാപരമായി കായികപരമായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തി, നിങ്ങൾക്ക് വേണ്ട പഠന മികവ് കണ്ടെത്തി, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൂടെ നിന്ന്, അതായത് ഒരു അച്ഛനെയോ അമ്മേനെയോ കണക്ക് കൂടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അധ്യാപകരുടെ സ്കൂളാണ്. ഞാൻ 3 വർഷമായിട്ട് ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്, ടീച്ചർ പ്രസിഡന്റ് നിലയിലല്ല. അപ്പം ആ ഒരു സ്കൂൾ തിരഞ്ഞെടുത്ത രക്ഷകർത്താക്കളുണ്ടോ നന്ദി പറയുന്നത്. നമ്മുടെ മുൻപുണ്ടായിരുന്ന കുട്ടികളും എല്ലാവരും കൂടി ചേർന്ന് അതിന് പിന്തുണ നൽകുന്ന ഒരു രക്ഷകർത്ത സമൂഹവും വളരെ കാര്യമായി വിദ്യാഭ്യാസ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളെ മോഡിയിലും രൂപപ്പെടുത്തുന്നതിനും വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഇവിടുത്തെ മികച്ച അധ്യാപക മറ്റ് ജീവനക്കാരും എല്ലാവരും കൂടി ചേർന്ന് നമുക്കൊരു നല്ല തുടക്കത്തിൽ നിന്ന് ആരംഭിക്കും. സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും അറിയിക്കുകയാണ്. നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു കളിമുറ്റത്തേക്ക് നമ്മൾ വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു കളിമുറ്റത്തെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആക്കുവാനായിട്ട് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും പിന്തുണയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. തലത്തിലെ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും കുഞ്ഞുങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി കുഞ്ഞുങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം മാനേജ്മെൻറ്റിൻ്റെ ആയാലും സ്കൂളിലെ എല്ലാ അധ്യാപകരും വേണ്ടത്ര പരിഗണന കൊടുക്കുകയും അശ്രാന്തം അവരെ പരിശ്രമിക്കുകയും ചെയ്യും. പുതുതായിട്ട് വന്നു ചേർന്ന കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.
വളരെ സന്തോഷമായിട്ട് അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് വിടാവുള്ളൂ. അവർ സന്തോഷമായിട്ട് സ്കൂളിൽ വരണം, തള്ളിയൊന്നും വിടണ്ട. അതുപോലെ തന്നെ നിങ്ങളും ആർക്കെങ്കിലും മടിയുള്ളവരുണ്ടോ സ്കൂളിൽ വരാൻ? ഉണ്ടെ കൈവയ്ക്കാൻ മതി. ആരുണ്ടോ മടിയുള്ളവരാരെങ്കിലും ഉണ്ടോ? ഒരാളെങ്കിലും കാണുമല്ലോ. ഇല്ല അല്ലെ? പുതിയ സ്കൂളായതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷമായിട്ട് വരും. ഉറപ്പല്ലേ? ഉറപ്പാണ്. ഒരു കൈയടിക്കും. ഉറപ്പ്. ഓക്കെ. ഇവിടെ ഞാൻ എൻ്റെ കൊച്ചുമോളെ ആക്കിയിട്ട് പോകാനായിട്ടാണ് വന്നത്. വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കരുതി, ഞാൻ പഠിച്ച സ്കൂള്
എൻ്റെ മോള് പഠിച്ച സ്കൂള്, ഇപ്പോൾ എൻ്റെ കൊച്ചുമോളെ 5ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകുന്ന സ്കൂൾ. അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ സനോജ്, സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട HM AT ശ്രീല ടീച്ചർ, യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ നമ്മുടെ സ്കൂൾ മാനേജർ ശ്രീ രമേശ് ബാബു സാർ, മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, PTA കമ്മിറ്റി അംഗങ്ങൾ, എൻ്റെ പ്രിയ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എൻ്റെ സഹപ്രവർത്തകർ. മധ്യവേനൽ അവധിക്ക് ശേഷം ഏകദേശം 2 മാസക്കാലത്തിന് ശേഷം പുതിയൊരു അധ്യയന വർഷത്തിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്.